നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നല്ലൊരു കഥയായിട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ശ്രീകാന്തും ചന്ദ്രശേഖരനും പോയി കഴിഞ്ഞപ്പോഴത്തേനും അനിയൻകൂട്ടൻ അങ്ങോട്ടേക്ക് പാഞ്ഞു ചെല്ലുവാണ്. അങ്ങനെ അകത്തേക്ക് ചെന്ന് നോയിക്കഴിഞ്ഞപ്പോൾ ചോരയെ കുളിച്ച് കിടക്കുന്ന പൊളിക്കിനെ കണ്ടേ ഒരു നിമിഷം അനിയൻകൂട്ടൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാതെയായിപ്പോയി. അനിയൻകൂട്ടൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം വാസുവൻ ഇങ്ങോട്ടേക്ക് വരും, സത്യങ്ങളൊക്കെ തുറന്നു പറയും. അപ്പോൾ വാസവനെ ഇവിടെ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിക്രത്തെ രക്ഷിക്കാൻ പറ്റും എന്നൊരു ചിന്തയൊക്കെയായിരുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് ഇങ്ങനെ ഒരു ടെസ്റ്റ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അനിയൻകൂട്ടൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതൊരു നിമിഷം നോക്കി, പിന്നീട് ശ്വാസം ഉണ്ടോയെന്ന് നോക്കുവാണ്. ആ സമയത്ത് തന്നെ അനിയൻകൂട്ടന് ഒരു കാര്യം മനസ്സിലായി. പുളിക്കൻ മരിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്നായി. പെട്ടെന്ന് തന്നെ ജോസഫിനെ വിളിക്കുകയാണ്. ജോസഫിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ജോസഫും ജോണിയും കൂടെ മദ്യം കുടിക്കാനായിട്ട് പോയിരിക്കുമായിരുന്നു. അപ്പം ജോണി മനഃപൂർവ്വം ജോസഫിനെ വിളിച്ചുകൊണ്ട് പോയതാണ്. ശ്രീകാന്തും ചന്ദ്രശേഖരനും വരുന്ന സമയത്ത് ജോസഫ് അവിടെ ഉണ്ടാകാൻ പാടില്ല, അതുകൊണ്ടാണ് വിളിച്ചോണ്ട് പോയത് പോലും. അനിയൻകുട്ടൻ്റെ കോള് വന്നിട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജോസഫ് പറഞ്ഞു, അവനാണല്ലോ വിളിക്കണേ, ഇതെന്ത് പറ്റിയെന്ന് ചോദിച്ചു. ചിലപ്പോൾ നമ്മൾ ഇത്ര സമയമല്ലേ ചെല്ലാത്തതുകൊണ്ട് വിളിക്കുന്നതായിരിക്കും. അല്ല ഇനിയിപ്പം വാസു സാർ എങ്ങാനും വന്നു കാണോ? ഇന്നും വരത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ കാര്യം ഓർക്കണ്ട, ഇനിയിപ്പോൾ നാളെയോ വരത്തുള്ളതെന്നൊക്കെ പറയാണ്. എന്നാലും ഞാൻ കോൾ എടുക്കാമെന്ന് പറഞ്ഞു. ജോണിക്ക് കാര്യം മനസ്സിലായി. മിക്കവാറും ശ്രീകാന്ത് വന്നിട്ട് തീർത്ത് കാണുമായിരിക്കും എന്നൊരു ചിന്ത. അങ്ങനെ കോൾ എടുത്തിട്ട് ചോദിച്ചു, എന്താ അനിയൻകുട്ട, എന്താന്ന് ചോദിച്ചു. അത് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ, ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. പ്രശ്നമോ? എന്ത് പ്രശ്നം? അതൊക്കെ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ജോസഫും ജോണിയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ്. ജോണിക്ക് കാര്യം അറിയാം. ഇനി ചെന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. പുള്ളിക്കെൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. എത്രയും പെട്ടെന്ന് ഇനി ഇവിടുന്ന് രക്ഷപ്പെടുകയോ ചെയ്യണ്ടേ, അല്ലെങ്കിൽ തൻ്റെ തലയിലും കൂടെ കുറ്റം വരുമെന്നുള്ള കാര്യം ജോണിക്ക് മനസ്സിലായി. ആ സമയത്ത് വേദ വിക്രത്തിനോട് ഉള്ള സത്യങ്ങളൊക്കെ തുറന്നു പറയാണ്. വിക്രത്തിന് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. കാരണം ആ ക്ഷേത്രത്തിൽ വെച്ചുണ്ടായ സംഭവങ്ങൾ, അതിനുശേഷം തൻ്റെ ചേട്ടൻ വന്ന് പറഞ്ഞ കാര്യങ്ങൾ, അന്ന് ആ ആക്സിഡൻറ്റ്, അന്ന് അച്ഛനെ ശരിക്കും പറഞ്ഞാൽ കൊലപ്പെടുത്താനായിട്ട് തൻ്റെ ചേട്ടനൊക്കെ നടത്തിയ ശ്രമമായിരുന്നത്. ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് അത് മാത്രമല്ല, അതിനുശേഷം തന്നെ കൊണ്ട് ഡിവോഴ്സ് പേപ്പർ സൈൻ ചെയ്യിച്ചും എല്ലാ കാര്യങ്ങളും വിക്രത്തോട് പറയാം. താൻ ആ വീട്ടിൽ നിന്ന് പോരാനുള്ള കാരണങ്ങളൊക്കെ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ഒരു അന്താളിപ്പോട് കൂടി വേദയെ നോക്കി. ഈ സമയത്ത് വേദ പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തുണ്ടായിരുന്നില്ല വിക്രം. വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ. ആ കുടുംബത്തിലുള്ളവർക്ക് ആർക്കും ഒന്നും സംഭവിക്കില്ലെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ അത്രമാത്രം എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ അന്ന് വിക്രം ആ ക്ഷേത്രത്തിൽ വെച്ച് എൻ്റെ കഴുത്തിൽ താലി ആർത്തുന്ന സമയത്ത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ. പക്ഷെ ഞാൻ അവിടേക്ക് വന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ അവിടുത്തെ മരുമോളായി, വിക്രത്തിൻ്റെ ഭാര്യയായി. എപ്പോഴോ വിക്രം എൻ്റെ മനസ്സിലേക്ക് കടന്നുകൂടി. അതെപ്പോഴാന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നീട് ആ വീട്ടിലുള്ളവർക്ക് ആർക്കും ഒന്നും സംഭവിക്കില്ലെന്ന് കരുതിയ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. വിക്രത്തിനറിയാവോ, ഞാനിവിടെ വന്നാലും എൻ്റെ മനസ്സിൽ വേറെ പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ ഉള്ളെങ്കിൽ അവരെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതുകൊണ്ട് മാത്രമാണ് സത്യങ്ങളൊക്കെ തെളിയിച്ചിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാതിരിക്കുമായിരുന്നു. ഞാൻ അമ്മയോട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടേക്ക് വരും, വിക്രത്തിൻ്റെ ഭാര്യയായിട്ട് തന്നെ വരുമെന്ന്. അമ്മയ്ക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറഞ്ഞു. അത് കേട്ട വിക്രം ചോദിച്ചു, അല്ല നീ ഇതെന്താ എന്നോട് ഇതൊന്നും പറയാത്തതെന്ന് ചോദിച്ചു. അത് പിന്നെ വിക്രം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കില്ല എന്ന് എനിക്കറിയാം. അത് മാത്രമല്ല, വരുൺ മരിച്ചില്ലേ, വരുൺ മരിച്ചാൽ അന്ന് രാത്രി ശ്രീയേട്ടന് കോള് വന്നിട്ടുണ്ടായിരുന്നു. അത് പുളിക്കനെ വിളിച്ചതെന്ന് പറഞ്ഞു. ഇപ്പം പുളിക്കനെ പിടികൂടിയല്ലോ. ഇനിയിപ്പം ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ കുഴപ്പമില്ല. എന്താണെങ്കിലും നാളെ പുളിക്കനെ വാസുവിനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയും. അങ്ങനെ പറയുമ്പോൾ വിക്രം നിരപരാധിയെന്ന് തെളിയുമല്ലോ. ഈ സമയം വിക്രം ചോദിച്ചു, എന്താ പുളിക്കൻ പറഞ്ഞതെന്ന്. അന്ന് രാത്രിയിൽ ഞാൻ മറഞ്ഞു എന്ന് കേട്ട കാര്യങ്ങളാണ്. പുളിക്കൻ വിളിച്ചിട്ട് ശ്രീയേട്ടനോട് കാര്യങ്ങളൊക്കെ പറയണേ, പുളിക്കനോട് മാറാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ചാടി എഴുന്നേറ്റു. വിക്രം പറഞ്ഞു, ഓഹോ അപ്പം ഇതിൻ്റെ പിന്നിൽ ഇതായിരുന്നല്ലേ, എന്നിട്ട് നീ ഇത്ര നാളും മറച്ചു വെച്ചല്ലേ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുവാണ്. ഞാൻ പറഞ്ഞില്ലേ വിക്രം, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും വിക്രം എന്നെ വെറുക്കുമെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. വിക്രം എന്നെ വെറുക്കല്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ നീ എന്ത് ചതിയാ ചെയ്തേ, ഇതൊക്കെ നേരത്തെ പറയുമായിരുന്നെങ്കിൽ എന്തേലും ചെയ്യായിരുന്നല്ലോ. എന്നാലും ഇത് വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. രണ്ടിലൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം, അവനെ ഞാൻ വെറുതെ വിടത്തില്ല, തീർത്ത് കളയും. എൻ്റെ അച്ഛനെ ഇല്ലാതാക്കാവാനായിട്ട് അവൻ വന്നില്ലേ. അപ്പോഴേക്കും വേദ പെട്ടെന്ന് ആ കയ്യിലേക്ക് കൊണ്ട് കയറി പിടിച്ചു. എന്താ വിക്രം ഇത്? വിക്രം ഒന്ന് സമാധാനപ്പെട്. ഇപ്പം ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ. എന്തൊക്കെ പ്രതീക്ഷകളാണ് നമുക്ക്. ഒരു പുതിയ ജീവിതം തുടങ്ങണം. ഞാൻ വിക്രം ഇവിടുന്ന് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഞാനും കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇപ്പോൾ വിക്രം ചെന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ.
പോരാത്തന് വിക്രം ഇവിടെ മറിഞ്ഞിരിക്കുക. ഇനിയിപ്പം വിക്രം ഈ വീട്ടിൽ ഒളിച്ചിരുന്നേന്നുള്ള കാര്യം പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ കുടുംബത്തിന് നാണക്കേട, അച്ഛന് നാണക്കേട. അതുമാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കി, വിക്രം നിരപരാധി എന്ന് തെളിയുന്നോടം വരെ ഒരു കാരണവശാലും വിക്രം പിടിക്കപ്പെടാൻ പാടില്ല. വിക്രം പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ശ്രീയേട്ടൻ ഉറപ്പായിട്ടും പോലീസിനെ വിളിക്കും. പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. ഇത് കേട്ടപ്പോൾ വിക്രത്തിന് ആകപ്പാടെ ഭ്രാന്ത് പിടിക്കുന്നുള്ളൂ തോന്നി. വിക്രം അവിടെ ആകപ്പാടെ വിഷമിച്ചിരിക്കുമ്പോഴത്തേനും വേദ അങ്ങോട്ട് ചെന്നു. പ്ലീസ് വിക്രം, നമുക്ക് ഒന്നിച്ച് ജീവിക്കണ്ടേ, നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നമുക്ക് സബലീകരിക്കണ്ടേ. ഈ 2-3 ദിവസങ്ങൾ കൊണ്ട് കുറേ സ്വപ്നങ്ങളൊക്കെ നെയ്തിട്ടുണ്ടായിരുന്നു രണ്ടുപേരും. പുതിയ ജീവിത സ്വപ്നം കാണാൻ തുടങ്ങിയായിരുന്നു. ആ സമയത്താണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിക്രം അറിയുന്നത്. വിക്രത്തിനെ മാക്സിമം സമാധാനപ്പെടുത്താനായിട്ട് വേദ ശ്രമിച്ചു. ആ സമയത്ത് ജോണിയും ജോസഫും കൂടെ അവിടേക്ക് വരുവാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും അനിയൻകുട്ടൻ ജോണിയോട് കാര്യങ്ങൾ പറയണം. പുളിക്കൻ എന്തു പറ്റി? അകത്തേക്ക് കൂട്ടിക്കൊണ്ട് കാണിക്കണം. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജോസഫ് ഞെട്ടിപ്പോയി. ജോണിക്ക് പ്രത്യേകിച്ച് ഭാവഭേദമൊന്നും ഉണ്ടായില്ല. അപ്പോഴേക്കും ജോണി വെച്ചു, ആരാ ഇത് ചെയ്തേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അനിയൻകുട്ടൻ എന്തു പറയണമെന്ന് അറിയണ്ടായിരുന്നില്ല. അനിയൻകുട്ടൻ പറഞ്ഞു, അത് പിന്നെ മങ്ങിയ വെട്ടമായതുകൊണ്ട് കൃത്യമായിട്ട് അറിയാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞു. ഒരു പക്ഷേങ്കിൽ ഇവൻ കണ്ടിട്ടുണ്ടോ എന്നൊരു സംശയം ജോണിയുടെ മനസ്സിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ശ്രീകാന്ത് സാറിനൊക്കെ പ്രശ്നമാവുമല്ലോ എന്നൊരു ചിന്ത. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അനിയൻകുട്ട? ജോണി പറഞ്ഞു, ഇവിടെ നിന്നാൽ പ്രശ്നമാണ്. ഇവൻ്റെ കൊലപാതക ശ്രമം നമ്മുടെ തലയിലേക്ക് വരും. ഒരു കാര്യം ചെയ്താലും നമുക്ക് ഇവനെ ഇവിടെ നിന്ന് മാറ്റിയാലോന്ന് അനിയൻകുട്ടൻ ചോദിച്ചു. എങ്ങോട്ട് മാറ്റാനായിട്ട്? ഇവനിനിയിപ്പം കിട്ടിയിട്ടും കാര്യമില്ല. സത്യങ്ങളൊന്നും ഇവനെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റില്ലോ. ഒരു പക്ഷേ ഇവൻ സത്യങ്ങളൊക്കെ പറയുന്നോർത്ത് ശത്രുക്കൾ വന്ന് തീർത്ത് കളഞ്ഞായിരിക്കും എന്ന് പറഞ്ഞു. ഇതിൻ്റെ പിന്നിൽ മറ്റാരോ കളിക്കുന്നുണ്ട്. ഈ സമയത്ത് ജോസഫ് പറഞ്ഞു, ആകെപ്പാടെ പ്രശ്നമായല്ലോ. വിക്രത്തിന് നിരപരാധിത്വം തെളിയിക്കാമെന്ന് കരുതിയിരുന്നപ്പോഴാണല്ലോ ഇങ്ങനെയൊരു പ്രശ്നം. ഇനിയിപ്പോൾ വാസവ സാറിനോടൊക്കെ എന്ത് പറയും? ജോണി പറഞ്ഞു, അതൊക്കെ നമുക്ക് എന്തെങ്കിലും പറയാം. തൽക്കാലത്തേക്ക് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടുന്ന ബുദ്ധി. അല്ല, ഇനിയിപ്പം നമ്മുടെ പിന്നാലെ പോലീസ് അന്വേഷിച്ച് വരുമോ? ആ കടയിലൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ ഇവനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ അവർ ചിലപ്പോൾ പോലീസിനോട് പറഞ്ഞു കൊടുത്താൽ നമ്മൾ അകത്തായില്ലെന്ന് ചോദിച്ചു. ജോണി പറഞ്ഞു, അത് ശരിയാ, ഈ പറയുന്നത് ജോണിക്ക് പ്രശ്നമില്ല. കാരണം അവന് ഇതിനകത്ത് ആരുടെ മുന്നിൽ ചെന്ന് പെട്ടിട്ടൊന്നുമില്ല. അപ്പോൾ ആ ഒരു ധൈര്യം ജോണിയുടെ മനസ്സിലുണ്ടായിരുന്നു. എന്ത് വന്നാലും അനിയൻകുട്ടൻ്റെ തലയിലേക്കും ജോസഫിൻ്റെ തലയിലേക്കും വെച്ച് കേട്ട എന്നൊരു ചിന്ത. പിന്നീട് ജോണി പറഞ്ഞു, ഞാനേ വാസവ സാറിനെ ഒന്ന് വിളിക്കട്ടെ. അല്ല, സാറിനോട് എന്താ പറയുക, ഇവനെ കണ്ടെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, എന്തായാലും ഒന്ന് പറയാമെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് മാറി. പിന്നീട് ശ്രീകാന്തിനെ വിളിക്കുകയാണ്. ശ്രീകാന്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ അനിയൻകുട്ടനുണ്ടല്ലോ, അവൻ കണ്ടായിരുന്നു പറഞ്ഞു. കണ്ടായിരുന്നോ? അതെ, വ്യക്തമായിട്ട് കണ്ടില്ല, ആരെന്താണെന്നും അവന് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അനിയൻകുട്ടൻ അത് മനഃപൂർവ്വം പറയാതിരുന്നാണ്. എന്തോ അനിയൻകുട്ടൻ എന്തോ ഒരു വല്ലാത്തൊരു പന്തികേട് തോന്നിയിട്ടുണ്ടായിരുന്നു. ജോസഫിന് സംശയം, എന്നാലും ഇവൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ട് ആരായിരിക്കും ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു മനസ്സിൽ. അതൊന്നും പക്ഷേ വേദയും വിക്രം ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഈ കാര്യത്തെക്കുറിച്ചൊക്കെ. കാരണം അവർക്കറിയില്ല, അവർ നല്ല സന്തോഷത്തോടെ കിടന്നുറങ്ങുവാണ്. നാളെ നേരം വെറുക്കുമ്പോൾ പ്രശ്നങ്ങളൊക്കെ മാറും, നിരപരാധിത്വം ബോധ്യപ്പെടുമെന്നൊക്കെ ഉള്ളത്. പിറ്റേ ദിവസം നേരം വെളുത്ത് കഴിഞ്ഞപ്പം വിക്രത്തിൻ്റെ കാലൊക്കെ വേദ മുറിവൊക്കെ അങ്ങനെ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേദ ചോദിച്ചു, വേദന എടുക്കുന്നുണ്ടോ? കുറച്ച് വേദന എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേദ പറഞ്ഞു, അതെ, കുറച്ച് കഴിയുമ്പോഴത്തേനും ഭേദമായിക്കോളും. എന്താണേലും ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുറിവൊക്കെ കരിയുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, അത് ശരിയാ. അല്ല, അപ്പോഴേക്കും എനിക്ക് പിന്നെ വീട്ടിൽ പോവാലോ എന്ന് പറഞ്ഞു. വേദ പറഞ്ഞു, ഇപ്പം വിക്രം ഈ മുറിയിലാണ് ഉള്ളത്, എന്നോടൊപ്പം ഉള്ളതെന്നുള്ള ഈ വീട്ടിൽ ആരെങ്കിലും കണ്ടാണ്ടല്ലോ, ആരെങ്കിലും കണ്ടുകൊണ്ട് വരണം, അന്ന് അതോടുകൂടി തീർന്നു പറഞ്ഞു. വിക്രം പറഞ്ഞു, ആരെങ്കിലും കണ്ടുകൊണ്ട് വരട്ടെ, കണ്ടിട്ടുണ്ടെങ്കിലേ ഞാൻ നിന്നെ അങ്ങോട്ട് ചേർത്ത് പിടിക്കും, എൻ്റെ ഭാര്യയാന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു ഉമ്മയും കൂടെ തരുമെന്ന് പറഞ്ഞു. അത് കേട്ടോ വേദ ചോദിച്ചു, അത്രയ്ക്ക് ധൈര്യമുണ്ടോ? പിന്നെ അല്ലാതെ എന്നും പറഞ്ഞിട്ട് വിക്രം വേദയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അതെ നമുക്കൊരു ഫോട്ടോ എടുത്താലോ എന്ന് ചോദിച്ചു. അങ്ങനെ രണ്ടുപേരും കൂടെ കൂടിയിട്ട് ഒരു സെൽഫിയൊക്കെ എടുക്കുവാണ്. നേരം വെളുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ശ്രീകാന്ത് വീട്ടിലേക്ക് വരുന്നത്. ഈ സമയം വർഷ ചോദിച്ചു, ശ്രീയേട്ടൻ ഇത് എവിടെയായിരുന്നു? ശ്രീയേട്ടന് രാത്രിയിൽ എന്താ വരായിരുന്നെന്ന് ചോദിച്ചു. അതെ, അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കമ്പനി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പോയേക്കുമായിരുന്നു, നിൻ്റെ അച്ഛനും കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞു. എന്നിട്ടോ ശ്രീയേട്ടൻ എന്നാൽ രാത്രി 2-3 വട്ടം ഞാൻ വിളിച്ചിട്ട് കോൾ എടുക്കായിരുന്നേ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മെസ്സേജ് ഇട്ടായിരുന്നല്ലോ ഞാൻ ചിലപ്പോഴേ വരത്തുള്ളതാണ്, പിന്നെ നിനക്ക് എന്താ വിശ്വാസം വരുന്നില്ലെന്ന് ചോദിച്ചു. പിന്നീട് ശ്രീകാന്ത് അങ്ങോട്ട് അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേനും വർഷം ഇങ്ങനെ നോക്കുവാണ് ശ്രീകാന്തിനെ. ഇതെന്താ ശ്രീയേട്ടൻ്റെ ഈ ഷർട്ടിൻ്റെ ഭാഗത്ത് ചോരയെന്ന് ചോദിച്ചു. ചോരയോ? അതെന്താണെന്ന് അറിയത്തില്ല, അതെന്തോലും കറ പറ്റിയതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. വർഷം ഇങ്ങനെ ശ്രീകാന്തിനെ ഒന്ന് നോക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും
ജോസഫ് വിക്രത്തിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. വിക്രത്തിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് പുളിക്കൻ മരിച്ചെന്നുള്ള ആ വാർത്ത പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി വിക്രം. എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. ആകെയുള്ള പ്രതീക്ഷയായിരുന്നു പുളിക്കന്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടേ? വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. അപ്പോഴേക്കും വേദ വന്ന് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. വേദയോടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വേദയ്ക്ക് മനസ്സിലായി പുളിക്ക് സത്യങ്ങളൊക്കെ പറയുമെന്ന് അറിഞ്ഞിട്ട് പുളിക്കനെ തീർത്താന്നുള്ള കാര്യം. ഇതിൻ്റെ പിന്നിൽ ഒരുപക്ഷെ തൻ്റെ ചേട്ടനായിരിക്കുമോ എന്നൊരു ചിന്ത വേദയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.